കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് അംഗൻവാടി വർക്കർമാരുടെ സെലക്ഷൻ ലിസ്റ്റിനെതിരെ കോൺഗ്രസും ലീഗും. പഞ്ചായത്ത് ഭരിക്കുന്ന UDFിന്റെ നേതൃത്വത്തിലായിരുന്നു ഇന്റർവ്യൂ. ചില നേതാക്കളുടെ ബന്ധുക്കളെ മാത്രം സെലക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതിനെതിരെയാണ് UDFിലെ ഒരു വിഭാഗം രംഗത്തെത്തിയത്. UDF ഭരിക്കുന്ന കരിമ്പുഴ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ഇന്റർവ്യൂ. 555ഓളം ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്ത ഇന്റർവ്യൂവിലാണ് വ്യാപക ക്രമക്കേട് നടന്നത്. അംഗൻവാടി വർക്കർമാരുടെ സെലക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് 10ഓളം പേർ മാത്രം. പ്രവർത്തന പരിചയവും യോഗ്യതയും ഉള്ളവരെ പരിഗണിക്കാതെ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കളുടെ ബന്ധുക്കളെ മാത്രം ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. ലിസ്റ്റിനെതിരെ കോൺഗ്രസിലെയും മുസ്ലിം ലീഗിലെയും ഒരു വിഭാഗവും രംഗത്തെത്തി. ലിസ്റ്റിൽ വ്യാപകമായ ക്രമക്കേടുകളും തിരിമറികളും നടന്നതായി ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആരോപിച്ചു. ലിസ്റ്റ് പുനഃപരിശോധിക്കണമെന്ന് മുസ്ലിം ലീഗും ആവശ്യപ്പെട്ടു. ഇതോടെ UDFിലെ ഭിന്നത പരസ്യമായി പുറത്തു വന്നിരിക്കുകയാണ്. അംഗൻവാടി വർക്കർമാരുടെ ഇന്റർവ്യൂവിൽ നടന്ന ക്രമക്കേടിനെതിരെ DYFI പരാതിയും നൽകി. കരിമ്പുഴ പഞ്ചായത്തിലെ അംഗൻവാടി നിയമനങ്ങളിൽ ഒരു വലിയ രീതിയിലുള്ള ക്രമക്കേടാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ആ ഇന്റർവ്യൂ ബോർഡിലെ വേണ്ടപ്പെട്ടവരുടെ ആൾക്കാരെയാണ് തിരികെ കയറ്റിയിരുന്നത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് DYFIയുടെ പഞ്ചായത്ത് കമ്മിറ്റി ഇന്ന് ഒരു മാർച്ച് നടത്താൻ തീരുമാനിക്കുകയും ഈ ഒരു നിപ്പയുടെ പശ്ചാത്തലത്തിൽ കലക്ടറുടെ നിർദ്ദേശങ്ങൾ ഉള്ളതുകൊണ്ട് ആ മാർച്ച് മാറ്റിവെക്കുകയും പകരം പരാതി കൊടുക്കുകയും ആണ് ഇപ്പോൾ ഞങ്ങളിവിടെ ചെയ്യുന്നത്. തുടർ നടപടികളിൽ എടുത്തുകൊണ്ട് ഈ നിലവിലെ ലിസ്റ്റ് റദ്ദ് ചെയ്തുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കി അർഹതയുള്ളവരെ ഇതിന്റെ ഭാഗമാക്കണമെന്നാണ് കരിമ്പുഴ പഞ്ചായത്ത് കമ്മിറ്റിക്ക് DYFI കരിമ്പുഴ പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി ആവശ്യപ്പെടാൻ. കോൺഗ്രസിലെയും മുസ്ലിം ലീഗിലെയും ഒരു വിഭാഗം രംഗത്തെത്തിയതോടെ പ്രതിസന്ധിയിൽ ആയിരിക്കുകയാണ് UDF ഭരിക്കുന്ന കരിമ്പുഴ പഞ്ചായത്ത് ഭരണസമിതി. കൈരളി ന്യൂസ്, പാലക്കാട്.